കൈലാസത്തിൽ കാണപ്പെടുന്ന ഉപ്പുവെള്ള തടാകം ഏത്? ചിലിക്ക, ഗൗരികുണ്ഡ്, രാക്ഷസ്ഥൽ, മാനസരോവർ. ഉത്തരം രാക്ഷസ്ഥൽ. അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഉപ്പുവെള്ള തടാകമാണ് രാക്ഷസ്ഥൽ. അസുര രാജാവ് രാവണൻ ശിവനെ ധ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്ത സ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാത്രിയുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന പഴമേതാണ്? അവോക്കാഡോ, ലിച്ചി, ഡ്രാഗൺ, കൈതച്ചക്ക. ഉത്തരം ഡ്രാഗൺ. ഈ ചെടി രാത്രിയിൽ മാത്രമേ പൂക്കുന്നുള്ളൂ. ഓരോ പൂവും ഒരു രാത്രി മാത്രമേ നീണ്ടു നിൽക്കൂ. സൂര്യനുദിച്ചാൽ ഇതിന്റെ പൂവ് വാടിക്കരിഞ്ഞു പോകും. അച്ചാറുകൾ സൂക്ഷിക്കാൻ ഏറ്റവും നല്ല പാത്രം ഏത്? പ്ലാസ്റ്റിക്, ഗ്ലാസ്, അലൂമിനിയം, തടി. ഉത്തരം ഗ്ലാസ്. തൈര്, അച്ചാറുകൾ എന്നിവയിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതിനാൽ ഇതിന് പുളിച്ച രുചിയാണ്. ലോഹങ്ങൾ ആസിഡുമായി പ്രതിപ്രവർത്തിച്ച് ലവണങ്ങളും ഹൈഡ്രജൻ വാതകവും ഉണ്ടാക്കുന്നു. ഗ്ലാസ് പാത്രത്തിൽ മാത്രമാണ് ഒരു പ്രവർത്തനവും നടക്കാത്തത്. സ്ട്രോബെറിയുടെ ആദ്യത്തെ നിറം എന്ത്? മഞ്ഞ, പച്ച, ചുവപ്പ്, വെള്ള. ഉത്തരം വെള്ള. സ്ട്രോബെറി പഴങ്ങൾ പാകമാകുന്ന സമയത്ത് പഴത്തിന്റെ നിറം വെള്ളയിൽ നിന്ന് ചുമപ്പായി മാറുന്നു. പച്ചക്കറികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പച്ചക്കറി ഏത്? തക്കാളി, മത്തങ്ങ, വഴുതന, വെള്ളരി. ഉത്തരം വഴുതന. ഏത് ഫലമാണ് മൈഗ്രെയിൻ കുറയ്ക്കാൻ ഏറ്റവും നല്ലത്? മാമ്പഴം, സ്ട്രോബെറി, അത്തിപ്പഴം, റംബൂട്ടാൻ. ഉത്തരം അത്തിപ്പഴം. ഇതിലെ ഉയർന്ന പൊട്ടാസ്യത്തിന്റെ അംശം മൈഗ്രെയിനുകൾ അകറ്റാൻ സഹായിക്കുന്നു. പൊട്ടാസ്യം ഒരു ഇലക്ട്രോലൈറ്റ് ആണ്. ഇത് ജലാംശം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പേശികളുടെ ക്ഷീണവും മലബന്ധവും കുറയ്ക്കാൻ കഴിയും. അത്തിപ്പഴം കഴിഞ്ഞാൽ മൈഗ്രെയിൻ കുറയ്ക്കുന്ന മറ്റൊരു പഴമാണ് വാഴപ്പഴം. രാത്രിയിൽ പെട്ടെന്ന് ഉറങ്ങാൻ സഹായിക്കുന്നത് എന്ത്? മധുര ഭക്ഷണം, ഹോട്ട് ബാത്ത്, വ്യായാമം, വായന. ഉത്തരം ഹോട്ട് ബാത്ത്. ഉറക്ക സമയത്തിന് 1-2 മണിക്കൂർ മുമ്പ് ഊഷ്മളമായ കുളി നിങ്ങളെ വിശ്രമിക്കുവാനും വേഗത്തിൽ ഉറങ്ങാനും സഹായിക്കുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. മുടികൊഴിച്ചിൽ കൂട്ടുന്ന ഭക്ഷണം ഏത്? പഞ്ചസാര, തേൻ, ഉപ്പ്, ചോറ്. ഉത്തരം പഞ്ചസാര. പഞ്ചസാര മോശം രക്തചംക്രമണത്തിലേക്ക് നയിക്കുന്നു. ഇത് രക്തം നിങ്ങളുടെ രോമകൂപങ്ങൾ വരെ എത്താൻ പ്രയാസമാക്കുന്നു. പഞ്ചസാര നിങ്ങളുടെ രക്തത്തിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. മുടി കൊഴിച്ചിലിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണിത്. കൈവിരൽ കൊണ്ട് ഒരിക്കലും സ്പർശിച്ചുകൂടാത്ത ശരീരഭാഗം ഏത്? മൂക്ക്, ചെവി, നാക്ക്, ജനനേന്ദ്രിയം. ഉത്തരം മൂക്ക്. കൈകൊണ്ട് കണ്ണിലും ചെവിയിലും സ്പർശിക്കുന്നത് ദോഷകരമാണെങ്കിലും ഏറ്റവും സങ്കീർണം മൂക്കിനകത്ത് സ്പർശിക്കുന്നതാണ്. മൂക്കിന്റെ പാളികൾക്ക് കേടുപാടുകൾ വരുത്തുന്നത് ബാക്ടീരിയകൾക്കും വൈറസുകൾക്കും തലച്ചോറിലേക്കുള്ള വ്യക്തമായ പാത നൽകുന്നു. അവ അൽസിമേഴ്സ് രോഗത്തിന്റെ ചില പാത്തോളജികൾ സൃഷ്ടിക്കുന്നു. കൊളസ്ട്രോൾ കൂടുമ്പോൾ കൈകളിൽ കാണിക്കുന്ന ലക്ഷണം എന്ത്? ചൊറിച്ചിൽ, മരവിപ്പ്, വേദന, നീര്. ഉത്തരം മരവിപ്പ്. കൊളസ്ട്രോൾ കൂടുമ്പോൾ രക്തയോട്ടം കുറയും. ഇതുമൂലം കൈകളിൽ മരവിപ്പുണ്ടാകുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടാതെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും. അപ്പം നാളെ പുതിയ വീഡിയോയുമായിട്ട് കാണാം.